അച്ഛന്ന് വിളിച്ച മോനെ, അച്ഛേ. സൺസെറ്റ് നോക്കി, സൺസെറ്റ് കണ്ട കുഞ്ഞെ. അപ്പൊ നമ്മൾ ഇവനെ കൊണ്ട് തൂപ്പിക്കാൻ പോണാണ്. ഇവനെ കൊണ്ട് രണ്ടുപേരോടെ കിടപ്പുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ അങ്ങ് സ്ഥാനത്തിന് നമുക്ക് എടുത്ത് കാണിക്കാം. റിയാക്ഷൻ നോക്കാവേ. Hey guys, welcome back to our channel ശീതൾ എൽസ ഒഫീഷ്യൽ. അപ്പോൾ നിങ്ങൾ തംബ്നെയിലിൽ കണ്ടതുപോലെ ഇന്ന് ഒരു ഡേ ഇൻ അവർ ലൈഫാണ്. മോസ്റ്റ് റിക്വസ്റ്റഡ് വീഡിയോയാണ്. കുറേ പേര് ചോദിച്ചായിരുന്നു, കുഞ്ഞ് ജനിച്ചപ്പോൾ തൊട്ട് ചോദിച്ചായിരുന്നു. പക്ഷെ ഇപ്പോൾ അതിന് 11 മാസം ആവാറായി. അപ്പോഴാണ് ഞങ്ങൾക്കത് ചെയ്യാനൊരു ഗ്യാപ്പ് കിട്ടിയത്. അപ്പം ഞാൻ എഴുന്നേറ്റു. ഇവിടെ ഒരുത്തൻ എഴുന്നേറ്റ് കിടപ്പുണ്ട്. പെയ്ഡ് ആക്ടറാ. അഭിനയിക്കാൻ പറഞ്ഞപ്പോൾ അടിപൊളിയായിട്ട് അഭിനയിച്ചു ഇല്ലയോടാ മക്കളെ. അപ്പം ഇങ്ങനെയാണ് ഞങ്ങളുടെ ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞാൻ എണീക്കാൻ പറഞ്ഞിട്ട് അവൻ എഴുന്നേറ്റിട്ടില്ല. അപ്പം നമുക്ക് അവനെ എഴുന്നേൽപ്പിക്കാം. അച്ഛന്തി പൊന്നെ, അച്ഛന്തി ക്ലോസപ്പിൽ കാണാം. അച്ഛന്തി പൊന്നെ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ദിവസം മൊത്തം നിങ്ങളും ഞങ്ങളുടെ കൂടെ ഉണ്ടാകും. അപ്പോൾ ഇപ്പം ഞങ്ങൾ എഴുന്നേറ്റപ്പോൾ ഏകദേശം 10:15 ഇനിയിപ്പോൾ ഞങ്ങൾ ആദ്യം ചെയ്യാൻ പോകുന്നത് കുഞ്ഞിനെ കൊണ്ടുപോയി താഴെ ഞങ്ങളുടെ അമ്മയുടെ അടുത്ത് ഏൽപ്പിക്കും. അപ്പോൾ അവർ പാപ്പമൊക്കെ കൊടുത്ത് കുളിപ്പിച്ച് അവൻ ഉറക്കും. താഴെ പപ്പയമ്മയുണ്ട്, അവരെ ഏൽപ്പിക്കാൻ പോവുകയാണ്. ഇപ്പം നമ്മൾ ചെല്ലുമ്പോഴത്തേക്കും സ്റ്റെപ്പിൻ്റെ താഴെ 2 പേര് വെയിറ്റ് ചെയ്ത് നിൽപ്പുണ്ട് ഞങ്ങളെ. ആരാ? സ്കിപ്പിനി മൂ. കമോൺ. ഹായ്. എന്നാ പിന്നെ പാപ്പം കഴിക്കാം. പാപ്പം ടൈം. ഇനി ബ്രേക്ക്ഫാസ്റ്റ് ആണ്. എന്താ ബ്രേക്ക്ഫാസ്റ്റ്? അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇത് മാത്രമാണോ? അല്ല, ഇത് തിന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ്. ബ്രേക്ക്ഫാസ്റ്റ് എന്താ നോക്കാം. ഇഡ്ഡലി സാമ്പാർ. അവിടെ സാമ്പാറില്ല, ചമ്മന്തി. ചമ്മന്തി ഇറുക്കി. യെസ്, ഇഡ്ഡലി ചമ്മന്തിയാണ് നമുക്കിന്ന് ബ്രേക്ക്ഫാസ്റ്റ്. അപ്പം നമ്മൾ നല്ല ചട്നി ഇങ്ങനെ കലക്കിയിട്ട് അതിങ്ങനെ എടുത്ത് പൂ പോലത്തെ ഇഡ്ഡലിയിൽ കോരി ഇങ്ങനെ ഒഴിക്കും. കണ്ടോ ഭംഗിക്ക് 2 മുട്ടയുടെ സൈഡിൽ വെക്കുക. ഭംഗിക്കാട്ടോ. എന്നിട്ട് നമ്മളിത് നല്ലോണം തക്കാളി ചട്നി ആയിരുന്നെങ്കിൽ നല്ല രസം ഉണ്ടായിരുന്നു. ഇതിങ്ങനെ ചട്നിയിൽ കുഴച്ചിങ്ങെടുക്കും. ആഹാ നോക്ക്. എന്നിട്ട് നമ്മളിങ്ങനെ എന്നിട്ട് ഒരു പിടി നമ്മൾ മീൻകൂട്ടയ്ക്ക് വാരി കൊടുക്കും. എപ്പടി സൂപ്പറാണ്. അങ്ങനെ ഞങ്ങൾ 2 പേരും ഒരു പാത്രത്തിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുവാണ്. മിക്ക ദിവസവും ഞങ്ങൾ ഇങ്ങനെയാണ് കഴിക്കുന്നത്. അപ്പം നിങ്ങൾ വിചാരിക്കും, എത്ര സ്നേഹനിധിയായ ഭാര്യയും ഭർത്താവും അവരൊരു പാത്രത്തിൽ നിന്ന് കഴിക്കുന്നു. വേറൊന്നും കൊണ്ടല്ല, 2 പാത്രം കഴുകാൻ മടിയായതുകൊണ്ടാണ്. ഇങ്ങനെ കഴിച്ചാൽ ഒരു പാത്രം കഴിക്കാൻ മതിയല്ലോ അല്ലേ വിനുക്കുട്ടെ? നമുക്ക് കഴിച്ചിട്ട് വരാം. ബൈ ബൈ. ഗായ്സ്, അപ്പം ഇപ്പം ഏകദേശം ഉച്ചയായി. ഞാൻ കുളിച്ചു, ഡ്രസ്സൊക്കെ മാറി, കുറച്ച് എഡിറ്റിംഗ് വർക്ക്സ് ഉണ്ടായിരുന്നു, അതൊക്കെ ചെയ്തു. അരിമണിയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഉറങ്ങാൻ പോകണം. ഉറക്കം കഴിഞ്ഞ് എഴുന്നേറ്റ് അവൻ്റെ പാപ്പം കഴിക്കലും കഴിഞ്ഞു. വിനുക്കുട്ട ഒരു ബിസിനസ് മീറ്റായിട്ട് പുറത്ത് പോയേക്കുവാണ്. അപ്പം ഞങ്ങളൊന്ന് പുറത്ത് പോകാൻ പ്ലാൻ ഇട്ടിട്ടുണ്ട്. വിനു എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഞാനൊരു 1 hour വരും, അപ്പോഴത്തേക്ക് റെഡിയായി നിൽക്കാൻ. അപ്പം റെഡിയായി ഒക്കെ നിന്നിട്ടുണ്ട്. ഇതുപോലത്തെ പ്രാന്ത് ഭർത്താക്കന്മാരുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്തല്ലേ പറ്റൂ. ഇപ്പം നിങ്ങൾ വിചാരിക്കും എന്തോ പ്രാന്തെന്ന്. നട്ടപ്പുറം ഉച്ചയ്ക്കാണ് പുറത്ത് പോകാമെന്ന് പറഞ്ഞത്. പിന്നെ എനിക്ക് ഇഷ്ടമായതുകൊണ്ട് അവൻ പറഞ്ഞപ്പോൾ ഞാനങ്ങ് റെഡിയായി. ഇപ്പം ഞാൻ പറഞ്ഞ ഈ ഐറ്റംസ് ഒന്നും നിങ്ങളെ കാണിക്കാൻ പറ്റില്ല. അതൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ വീഡിയോ ഭയങ്കര ലെങ്ത് ആവും. ഞാൻ ഡ്രസ്സൊക്കെ ചെയ്തിട്ടുണ്ട്. ഇനി ഇപ്പോൾ അറിയാലോ, ഭയങ്കര ഉച്ച വെയിലടിച്ച് നിൽക്കുന്ന സമയമാണ്. സൺസ്ക്രീൻ ഇല്ലാതെ പുറത്തിറങ്ങിയാൽ കരിഞ്ഞു പോകും.
സോ സൺസ്ക്രീൻ ആദ്യം ഇടുക, എന്നിട്ട് വേണം എനിക്ക് അതിന്റെ മുകളിൽ കൂടെ മേക്കപ്പ് ചെയ്യാൻ. അപ്പൊ നമുക്ക് സൺസ്ക്രീൻ എടുക്കാം. ഓക്കെ, ഇതാണ് പ്യൂർ ഒറിജിന്റെ കൊറിയൻ വൈറ്റമിൻ സി ലൈറ്റ് ജെൽ സൺസ്ക്രീൻ. ഈ സണ്ണി ഡേയ്സിൽ സ്കിപ്പ് ചെയ്യാൻ പറ്റാത്ത ഒരു അടിപൊളി സൺസ്ക്രീൻ. പേര് പോലെ തന്നെ ഇത് നല്ല ലൈറ്റ് ആണ്. ബിക്കോസ് ഇത് ഫേസിലൊക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫേസിൽ അങ്ങനെ ഒരു സാധനം ഇട്ടിട്ടുണ്ടെന്നുള്ള തോന്നലേ നമുക്ക് ഉണ്ടാവില്ല. ഇതിൽ SPF 50 PA++++ പ്രൊട്ടക്ഷൻ ഉണ്ട്. ഇവർ പറയുന്നത് ഇത് എല്ലാ സ്കിൻ ടൈപ്സിനും സ്യൂട്ട് ആണെന്നാണ്. അത് മാത്രമല്ല സീറോ വൈറ്റ് കാസ്റ്റും നോൺ സ്റ്റിക്കിയും. ഈ സൺസ്ക്രീനിന്റെ ബാക്കി പല പ്രത്യേകതകൾ എന്ന് പറയുന്നത് ഇത് ഡാർക്ക് സ്പോട്ട്സ് റെഡ്യൂസ് ചെയ്യുന്നു. പിന്നെ ഇതൊരു ഈവൻ സ്കിൻ ടോൺ തരുന്നു, നല്ല ബ്രൈറ്റ് ആൻഡ് ഗ്ലോയിങ് സ്കിൻ തരുന്നു. ഇത് ആമസോൺ, ഫ്ലിപ്കാർട്ട്, മീഷോ, പർപ്പിൾ ആൻഡ് പ്യൂർ ഒറിജിന്റെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. പ്യൂർ ഒറിജിന്റെ വെബ്സൈറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ ഒരു 15% ഡിസ്കൗണ്ട് കിട്ടാനായിട്ട് എന്റെ കൂപ്പൺ കോഡായ ശീതൽ 2025 യൂസ് ചെയ്താൽ മതി. ഇനി കുറച്ച് മേക്കപ്പും കൂടി ഇട്ട് കഴിഞ്ഞാൽ ഓൾ സെറ്റ്. വിനുക്കുട്ട ഇപ്പൊ താഴെ വന്നിട്ടുണ്ടാവും. അപ്പൊ നമുക്ക് അങ്ങോട്ട് പോവാം. കമോൺ. യെസ് ഗായ്സ്, അപ്പം നമ്മളപ്പം കാറിനകത്ത് കയറി നമ്മള് ഈ വണ്ടി എടുത്തു. ഇപ്പൊ ഒതുക്കിയിട്ട് എടുക്കുകയാണ്. ഒരു കുഞ്ഞിത്തല കണ്ടോ? അതെ, ഒരു കുഞ്ഞിത്തലുണ്ടോ? അച്ഛന്ന് വിളിച്ച മോനെ, അച്ഛേ കേട്ടാ? ഇപ്പൊ നിർത്തടങ്ങിയാ പിന്നെ നിർത്താത്ത പോലെ വിളിച്ചിട്ട് നടക്കുന്നത്. ഞങ്ങള് പഠിച്ചു വരുന്നുണ്ട്. അപ്പൊ നമ്മള് യാത്ര തുടങ്ങി. ഇനി നമുക്ക് ഡെസ്റ്റിനേഷൻ എത്തിയിട്ട് കാണാം. കാരണം ഇവന് ഉച്ചക്കത്തെ ഭക്ഷണം കഴിഞ്ഞ് ഒരു ഉറക്കമുള്ളതാ. അതുകൊണ്ട് ഞാൻ അവനെ ഉറക്കാൻ പോവാ. ഞങ്ങൾ രണ്ടുപേരും അങ്ങനെ കറക്റ്റ് പറ. ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ ഇരിക്കും, കിടക്കും. എന്നിട്ട് ഇവൻ മാത്രം, അവൻ മാത്രമല്ല രണ്ടുപേരും കെട്ടിപ്പിടിച്ച് ഉറങ്ങും. അങ്ങനെ പറ. കെട്ടിപ്പിടിച്ചോ? അപ്പൊ കിടക്കണം. ഓക്കെ, ബൈ. കണ്ടല്ലോ, ഇതാണ് അവസ്ഥ. ഓക്കെ, അപ്പോൾ നമുക്ക് ലൊക്കേഷൻ എത്തിയിട്ട് കാണിക്കാം. ഗായ്സ്, അങ്ങനെ അദ്ദേഹം എഴുന്നേറ്റിരിക്കുകയാണ്. ഇരിക്കുന്നു. ഇതാരാണിത്? ഇന്നലത്തെ വർക്കിന്റെ ക്ഷീണം കാരണം ഉറങ്ങിപ്പോയി. അതെ, ഇവൻ എന്തിന്റെ ക്ഷീണം കാരണോട് ഇങ്ങനെ കിടന്ന് ഉറങ്ങുന്നത് എനിക്ക് അറിഞ്ഞൂടാ. എനിക്ക് പിന്നെ ഉറങ്ങാൻ പറ്റാത്തോണ്ട് ഉറങ്ങുന്നില്ല. അല്ലെങ്കിൽ ഞാൻ ഉറങ്ങിയ വണ്ടി വല്ല കണ്ടത്തിലും വീഴും. ഞാൻ ഓടിക്കും. ഞാൻ റിപ്പീറ്റ് ചെയ്യുന്ന വണ്ടി വല്ല കണ്ടത്തിലും വീഴും. അപ്പൊ നമുക്ക് ഇവനെ വിളിച്ചെഴുന്നേപ്പിക്കാം. അതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം? ടൂൾസ്. അതെ, വെള്ളമൊക്കെ കൊടുക്കണം. അതെ, ഇല്ലെങ്കിൽ വിഷയമാണ്, വൻ വിഷയം. രാജാവാണ് അവൻ. അയ്യോ, വീട്ടിലെ പിള്ളേരാണ് വീട്ടിലെ ബോസ്. അതെ, ഞങ്ങളുടെ വീട്ടിലിപ്പോ ഇവനാ ബോസ്. എല്ലാ വീട്ടിലും അതൊക്കെ തന്നെ ആയിരിക്കും. അയ്യോ, ബോസ് കരയുന്നു. സോറി ബോസ്. പിന്നെ ബോസ്. ഹായ് ബോസ്. അയ്യോ, വയർ. ഹായ്, ഗുഡ് മോർണിംഗ്. സൂര്യപ്രകാശം. അത് സൂര്യനെ ഓഫ് ചെയ്യമ്മേ. സൂര്യനെ ഓഫ് ചെയ്യാം. ഗുഡ് മോർണിംഗ്. ഹായ്. ഞങ്ങൾ എപ്പോഴൊക്കെ എഴുന്നേക്കുന്നതൊക്കെ ഞങ്ങൾക്ക് ഗുഡ് മോർണിംഗ്. അതെ, ഞങ്ങൾക്ക് എപ്പോഴും ഗുഡ് മോർണിംഗ് ആണ്. അമ്മേന്റെ ബോഷേ. ഓക്കെ, ഞങ്ങളൊന്ന് സെറ്റിൽ ആവട്ടെ. അവിടെ നോക്കടാ, ചുമല മാമ്പഴം കട്ട കുത്തി കണ്ടു. എന്നാ വിഷയം എന്തുപോലെ? നോക്ക്, നല്ല ചുമന്ന മാങ്ങ കട്ട കുത്തി കിടക്കുന്നു. നൈസറാ. അങ്ങനെ എനിക്കും കിട്ടി. കിട്ടിയാ? നമ്മളിപ്പോ നോക്കുന്നു. വേണ്ട ചേച്ചി, എപ്പടി കുടിച്ചാവൻ ഒരു നക്ക്. ഞങ്ങൾ ആദ്യമായിട്ടാണ് കരിമ്പ് കൂച്ചുന്നത്. ഇവന് എന്ത് കൊടുത്താലും സെയിം എക്സ്പ്രഷൻ ആണെന്നല്ലോടി. ഞങ്ങളങ്ങനെ സൺ കിസ്ഡ് ആയിട്ട് നിൽക്കുവാണ്. പക്ഷെ ഇത് വൈകുന്നേരത്തെ വെയിലാണ്. നേരത്തെ ബിങ്കോ വാങ്ങിത്തരില്ല എന്ന് പറഞ്ഞ ആളല്ലേ പൊട്ടിക്കുന്നത്. ഒരെണ്ണേ ഉള്ളൂ. ഞാൻ കാണാതെ ഒറ്റക്ക് മാറി തിന്നാനാണോ? അത് എനിക്ക് കൊണ്ടുവന്ന് തരാനാണോ? നോക്കാട്ടോ. എവിടെ ബിങ്കോ? എവിടെ കൊണ്ടുവന്ന് തരുമോ നോക്കാവേ. നന്ദി. നന്ദിയുണ്ട്. അപ്പൊ നമുക്ക് പള്ളിയിലോട്ട് കയറാം. അയ്യോ, നമ്മൾ ഇവരോട് പറഞ്ഞില്ല. ആക്ച്വലി നമ്മൾ എവിടെ പോകണമെന്ന് തന്നെ പറഞ്ഞില്ല. നമ്മൾ വന്നേക്കുന്ന ഒരു പള്ളിയിലാണ്. ഇവിടെ ഞങ്ങൾക്കൊരു നേർച്ചയുണ്ട്. ഒരു 6 മാസം മുമ്പുള്ള നേർച്ചയാണല്ലേ. അപ്പോ ഈ പള്ളിയുടെ മുറ്റം ചൂലെടുത്ത് അടിക്കാതെ നേർച്ച. അടിക്കാന്നല്ല, തൂക്കാമെന്ന്. തൂക്കാന്ന്. അടിക്കാതെ ഇങ്ങനെ അടിക്കുമോ? ഞങ്ങളിവിടെ എറണാകുളത്ത് ഇങ്ങനെ മുറ്റടിക്കുക എന്നൊക്കെ പറയുന്നത്. അപ്പൊ നമ്മൾ ഇവനെ കൊണ്ട് തൂപ്പിക്കാൻ പോണേ. ഇവനെ കൊണ്ട്? തൂക്കുന്നത് ഞാൻ പിടിച്ചിട്ട് ഇവനെ കൊണ്ട് ഇങ്ങനെ തൂപ്പിക്കും. ഓക്കെ, നോക്കാം.
ഇവനേക്കാൾ നീളം. അമ്മ അടിച്ചോളാം. അപ്പൊ എന്റെ അമ്മേനെ ഒക്കത്തിരുന്നു. കഴിഞ്ഞാ യെസ്, നമ്മൾ അങ്ങനെ നേർച്ച തീർത്തിരിക്കുന്നു. നമുക്ക് അമ്മ മോളിൽ കയറിയാലോ അവനെ കൂട്ടെ. അവിടെ എന്താ കേറിയാലും സമ്മതിച്ചില്ല. നല്ല വ്യൂ ആയിരിക്കും അവിടെ നിന്ന് ഇങ്ങോട്ട്. കേറാം. ടിക്കറ്റ് എടുക്കാൻ നിൽക്കുന്ന നോക്കിയാച്ചാ വായിക്കുവാണേ. ഇതൊന്ന് വായിച്ചേ. അത് ഞാൻ കണ്ടില്ല. എന്നാലും കുഴപ്പമില്ല. വാ ഈശ്വര, ഞാൻ വേണേ ക്യാമറ എടുക്കാം കേട്ടോ. എന്തിനാ ജസ്റ്റ് കുറച്ചുകൂടി കയറി തുടങ്ങിക്കോളൂ. 1 2 62 പടിയെന്നല്ലേ പറഞ്ഞേ? ഞാൻ എണ്ണൂട്ടോ. അതിൽ കൂടുതൽ ഓർമ്മ ഉണ്ടെങ്കിൽ പോലും പൈസ തിരിച്ചു മേടിക്കും. ഓക്കേ. Look at that, Ambudu. Look at that sunset. സൺസെറ്റ് നോക്കി. സൺസെറ്റ് കണ്ട കുഞ്ഞെ? ഞങ്ങൾ ആദ്യമായിട്ട് സൺസെറ്റ് കാണുന്നു. ആദ്യമായിട്ട് കരിമ്പ് ജ്യൂസ് കുടിക്കുന്നു, ആദ്യമായിട്ട് തൂക്കുന്നു, ആദ്യമായിട്ട് സൺസെറ്റ് കാണുന്നു. എല്ലാം അങ്ങ് ആദ്യമാവാ. ഇതാണ് ഞാൻ പറഞ്ഞത്. കണ്ടാ? ലുക്ക്. വൗ. അങ്ങനെ കണ്ടുപിടിച്ചിരിക്കും സുഹൃത്തുക്കളെ. ദൂരം ഉണ്ടാവും നോക്കട്ടെ. എക്സ്ട്രാ ഒരു വാവയും കൂടി. എക്സ്ട്രാ ഒരു വാവയും ഒരമ്മയും ആഡ് ചെയ്ത്. ഹായ്. നോക്കുക എന്തൊക്കെ എനിക്ക് എടുക്കാൻ പറ്റും, വായിക്കാതെ ഇടാൻ പറ്റും. എടുത്തോളൂ. വിഷമം വരുമോ? എടുത്തോ. എല്ലാവരും ഉണ്ടോ? എല്ലാവരും. നീ ഇല്ല. ഞാൻ പറഞ്ഞു. ശരി, പള്ളി കയറാം. ഓക്കെ. അവിടുത്തെ അമ്മയെ നോക്കുന്നുണ്ടോ? ഗ്യാപ്പിൽ കൂടെ, ഈ ഗ്യാപ്പിൽ കൂടെ പുറത്തോട്ട് മൂക്ക് നോക്കി, മൂക്ക് ചളിക്കുന്നു. ഇത് ഞാൻ കാണിച്ചു കൊടുക്കാം. ഈ ഗ്യാപ്പിൽ കൂടി പൊന്നേ. ഇനി കുറച്ച് പ്രാർത്ഥന കഴിഞ്ഞിട്ടാവാം. അങ്ങനെ നമ്മൾ പള്ളിയിൽ നിന്ന് ഇറങ്ങി. ക്രൗഡൊക്കെ ഒന്ന് കുറഞ്ഞു കേട്ടോ. ഞാനോർത്തേ ഇവനിപ്പോ പതുക്കെ കൈയൊക്കെ പിടിച്ച നടക്കും. അവിടെ നടത്തിക്കാം. നടക്ക് നടക്ക് നടക്ക്. നടന്നു. ബുദ്ധിമുട്ടാണെന്ന് തോന്നുന്നു. എന്താ വീട്ടിൽ പോണല്ലേ? നമ്മൾ പോവാൻ വേണ്ടി ഇറങ്ങിയപ്പോഴത്തേക്ക് ഇവിടെ ഒരു കളിപ്പാട്ടക്കട കണ്ടു. അപ്പൊ ഞാൻ വിചാരിച്ചു അവന് കുറച്ച് കളിപ്പാട്ടം വാങ്ങാം. അവന്റെ കളിപ്പാട്ടം തീഞ്ച പരിവായി. പക്ഷെ കൊച്ചിനൊന്നും ഇല്ല കളിക്കാൻ. അപ്പൊ എന്തെങ്കിലും നമുക്ക് മേടിക്കാം. സ്കിപ്പിക്കും നീമോയ്ക്കും എന്തെങ്കിലും മേടിക്കാം. കൂട്ടത്തിൽ എനിക്കും. ഹലോ ഹലോ, അരിമണിയാന്നോ? ഹലോ ഹലോ. ഇഷ്ടപ്പെട്ടു കേട്ടോ. അതറിഞ്ഞു കൊടുക്കാൻ കൂട്ടെ. വേറെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഗെയിം കണ്ട ഓർമ്മയുണ്ടോ? ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. കാരണം എനിക്ക് കണ്ടപ്പോൾ എനിക്ക് അപ്പം തന്നെ നൊസ്റ്റാളജി അടിച്ച്.
അവന് ഏറ്റവും ഇഷ്ടമുള്ള ആള് അവന്റെ അമ്മയല്ലേ, അപ്പൊ അമ്മയുടെ കളിപ്പാൻ കൊടുത്തല്ല. ആ ഇത് മതിയാ? ഇത് രസമുണ്ടാണ്. ഇത് എടുത്തോട്ടോ. ഇപ്പൊ നമ്മളെടുത്ത സാധനം കണ്ട സ്കിപ്പി ഡീപോയുടെ റിയാക്ഷൻ എന്താ നമുക്ക് നോക്കട്ടെ. അത് വീട്ടിൽ പോയിട്ട് ഞങ്ങൾ എടുക്കാവേ. നീമോ കാണുമ്പോ തന്നെ ഓടും, സ്കിപ്പി ഡിഫെൻഡ് ചെയ്യും, ഇവൻ കാലേവാരി അടിക്കും. വീടെത്തി. ഇത്ര പെട്ടെന്നോ? രണ്ടുപേരോടെ കിടപ്പുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ അന്ന് സാധനത്തിന് നമുക്കെടുത്ത് കാണിക്കാം. റിയാക്ഷൻ നോക്കാവേ. ഞാൻ പ്രഡിക്റ്റ് ചെയ്തായിരുന്നല്ലോ ഓൾറെഡി റിയാക്ഷൻ. കിടക്കണം സ്കിപ്പ് ഇവിടെ. എനിക്ക് സ്കിപ്പ് അതാ വരുന്നു നമ്മുടെ നായകൻ. പൂപ്പരുത്തി വാസു. ആരാ നോക്ക്, വേറൊരു സാധനം ഉണ്ട്, പൊളി സാധനം. ഭഗവതി. ഇപ്പൊ നിങ്ങൾ വിചാരിക്കും ചേച്ചി അവൻ എന്തൊരു പാവമാണ്, അവനെ പേടിപ്പിക്കല്ലേ. അടുത്ത എന്റെ മൂട്ടി കുളിച്ചിരിക്കുവോ? ഒരു പിറ്റ്ബുളിനെ നിങ്ങൾ അവന്റെ മുമ്പിൽ കൂടെ നിർത്തി നോക്ക്, അവൻ ആ പിറ്റ്ബുളിനെ പേടിപ്പിക്കും. ആരെയാ ഒളിച്ചിരിക്കുന്നേ? ഇപ്പൊ നിങ്ങൾ വിചാരിക്കും ഞാൻ എന്തൊരു സൈക്കോയാണെന്ന്. ആണ്. ഞങ്ങളുടെ സ്ഥിരം വ്ലോഗ് കാണുന്നവർക്കൊക്കെ അറിയാൻ പറ്റും. ഞങ്ങൾ ഇങ്ങനെ വല്ല പള്ളിപ്പെരുന്നാളിന് അമ്പലത്തിൽ ഉത്സവത്തിന് പോകുമ്പോ സ്കിപ്പിക്ക് നീമോയ്ക്ക് മേടിച്ചോണ്ട് വരും. നീമോനെ കൂട്ടണ്ട, ആ മണ്ടന എല്ലാം പേടിയാണ്. സ്കിപ്പിക്ക് മേടിച്ചോണ്ട് വരും. അങ്ങനെ മേടിച്ചിട്ടുള്ളതാണ് ഇത്. അപ്പൊ ഇത്രയാണ് ഞങ്ങളുടെ ഒരു ഡേ ഇൻ അവർ ലൈഫ് എന്ന് പറയുന്നത്. ആക്ച്വലി ഇന്ന് നമ്മൾ പുറത്തൊക്കെ പോയി. ഇനി നിങ്ങൾക്ക് കാണണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഞങ്ങൾ വീട്ടിലുള്ള ഒരു ദിവസം എങ്ങനെ സ്പെൻഡ് ചെയ്യണം എന്നുള്ള ഒരു വീഡിയോ നമ്മൾ ഇടാം. അപ്പൊ അത്രയുള്ള വീഡിയോ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ. പെണ്ണ് നോക്കണ്ടേ നിനക്ക്? അങ്ങനെ നല്ലതൊക്കെ പറഞ്ഞേച്ചി നോക്കട്ടെ. ഞാൻ ഇങ്ങനെ പുര നിറഞ്ഞ് കഞ്ഞികനായിട്ട് അതിനെ കെട്ടിച്ചേരട്ടെ. അങ്ങനെയൊക്കെ ചോദിച്ചാല് ഞാൻ കെട്ടാൻ മുട്ടി നിൽക്കുകയാണല്ലോ. അപ്പൊ പിന്നെ പെണ്ണായിട്ടൊരു സാധനത്തെ മുമ്പ് കിട്ടിയാ മതി, ഞാൻ റെഡിയാണ്. ഒരു ഷെയ്ക്കാറ്റ് തന്നെ, ഒരു ഹൈഫൈ തന്നെ. Bye.